പേപ്പാലിലൂടെ $249 ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അയക്കാൻ പോകുന്നത്. ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 19,000 വരും. ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രൂഫായി കാണിക്കാം. 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. കാരണം പേപ്പാലിനെ കുറിച്ച് ഇപ്പോഴും പലർക്കും ഒരു ഡൗട്ടാണ്. പേപ്പാലിൽ അയച്ച പണം മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കുമോ, അല്ലെങ്കിൽ സെൻഡ് ചെയ്ത പണം മിസ്സാവുമോ എന്നുള്ളൊരു ഭയം. ഈ ഒരു പേടി മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ പേപ്പാൽ അക്കൗണ്ടിൽ നിന്നും എങ്ങനെ മറ്റൊരു പേപ്പാൽ അക്കൗണ്ടിലേക്ക് പണം അയക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ പേപ്പാലിൽ 2 രീതിയിലാണ് നമുക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, നമുക്ക് ഇതുപോലെ റിക്വസ്റ്റ് വന്ന പേയ്മെൻറ്റ് നമുക്ക് സെൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലായി സെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാം. ഞാനിവിടെ സെൻഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് എനിക്ക് റിക്വസ്റ്റ് വന്ന $249.99 ആണ് സെൻഡ് ചെയ്യുന്നത്. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ഇവിടെ എൻ്റെ പേപ്പാലിൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ താഴ്ഭാഗത്തായി കാണാം $249 റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. വന്ന റിക്വസ്റ്റിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായി പേ നൗ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. എനിവേ, നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റിയിൽ പോകാം. ആക്ടിവിറ്റി ഓപ്പൺ ചെയ്താൽ തന്നെ കാണാം ഇവിടെ പെൻഡിങ് ആയതും കംപ്ലീറ്റ് ആയതുമായ എല്ലാ പേയ്മെൻറ്റ് കാര്യങ്ങളും ഇവിടെ ഹിസ്റ്ററിയായി കാണിക്കുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഓപ്ഷൻ കാണാം സെൻഡ് പേയ്മെൻറ്റ് ആൻഡ് ക്യാൻസൽ. നിങ്ങൾക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ സെൻഡ് പേയ്മെൻറ്റ് എന്നൊരു ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് ഡോളർ എമൗണ്ട് കാണിക്കും. അതിന് താഴ്ഭാഗത്ത് നമുക്ക് നോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാം. എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത് എന്നൊരു ഓപ്ഷൻ. അതിന് താഴ്ഭാഗത്തായി നിങ്ങളുടെ അഡ്രസ്സ് കാണിക്കും. അതിന് തൊട്ട് താഴ്ഭാഗത്തായി നിങ്ങൾ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡോ അവിടെ കാണിക്കും. അതിന് നേർഭാഗത്തായാണ് നമ്മുടെ ഇന്ത്യൻ എമൗണ്ട് കാണിക്കുന്നത്, അതായത് 19,622 രൂപ. അപ്പോൾ $249.99 അത് കൺവേർട്ട് ആയിട്ടാണ് നമുക്ക് 19,622 റുപ്പീസ് കാണിക്കുന്നത്. 1450 രൂപ 50 പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ. എടോ, കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. നിങ്ങൾ ലിങ്ക് ചെയ്ത ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഇവിടെ കാണിക്കും. ഓൾറെഡി ഡെബിറ്റ് കാർഡ് ലിങ്ക് ആണ്. അവിടെ നമ്മുടെ CVV നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൂടാതെ നമുക്ക് 1 രൂപയ്ക്ക് എത്ര എമൗണ്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത് നോക്കാം. ഇവിടെ കൺവേർഷൻ റേറ്റ് കാണിച്ചിട്ടുള്ളത് 1 രൂപയ്ക്ക് $0.0127 ആണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു കൺവേർഷൻ റേറ്റിനാണ് $249 കൺവേർട്ട് ചെയ്തിട്ട് 19,622 റുപ്പീസ് കാണിക്കുന്നത്. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തുള്ള സെൻഡ് പേയ്മെൻറ്റ് നൗ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം സെൻഡ് പേയ്മെൻറ്റ് നൗ എന്നൊരു ഭാഗം ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ നമ്മളുടെ പേയ്മെൻറ്റ് സെൻഡ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സമ്മറി ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമ്മറി നമുക്ക് PDF ആയി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായി അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതുപോലെയാണ് ഒരു പേയ്മെൻറ്റ് പേപ്പാലിലൂടെ സെൻഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.